പരോപകാരം പുണ്യം, പരപീഡനം പാപം എന്ന് കണക്കാക്കി ജീവിച്ചിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഭാരതത്തിൻ്റേത്. ഇപ്പോൾ ചിലപ്പോൾ തോന്നും, അപരന് ദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് പുണ്യം എന്ന് ലൗകികമായിട്ടുള്ള ജീവിത രീതി കൊണ്ട്, എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്നത് കൊണ്ട് പലർക്കും അനുഭവപ്പെട്ടേക്കാം. എന്നാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന രീതിയിൽ ജീവിക്കുന്നവർക്ക് ദ്രോഹബുദ്ധി കുറവായിരിക്കും. പുണ്യം ചെയ്യുവാനുള്ള ആഗ്രഹവും സേവ ചെയ്യുവാനുള്ള ഉയർന്ന മനസ്സും അവർക്ക് താനെ ഉണ്ടാകുകയും ചെയ്യും. അവിടെയാണ് ഒരു മാറ്റത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ളവരുടെ ജീവിത രീതിയെ എങ്ങനെ ആയിരിക്കണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് ഉണരുന്ന പുതിയ യുഗത്തിലേക്കുള്ള മാറ്റങ്ങൾ. പരോപകാരം പുണ്യം, പരപീഡനം പാപം. നിജയോഗ മെഡിറ്റേഷൻസ്, മെസ്സഞ്ചേഴ്സ് ഓഫ് ലവ്.